താങ്ക് ഗോഡ്. സ്തോത്രം. അറിയാലോ, രതീഷാണ്. പ്രൈസർ ഫാമിലിയിൽ നിന്ന് ആപത്തിൽ ഉപകരിക്കുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ. കേട്ടിട്ടില്ലേ, പഠിച്ചിട്ടില്ലേ സ്കൂളിലൊക്കെ? ഈസോപ്പ് കഥകളുടെയൊക്കെ അടിസ്ഥാനം തന്നെ ഇതാണ്. ആപത്തിൽ സഹായിക്കുന്ന നല്ല സ്നേഹിതൻ, നല്ല ചങ്ങാതി. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ആപത്ത്, അൺയൂഷ്വലായിട്ടുള്ള ഒരു സാഹചര്യം, നഷ്ടപ്പെടലാകാം, കഷ്ടതയാകാം, രോഗം, പ്രതിസന്ധി, വെല്ലുവിളി, ഇങ്ങനെയുള്ള ആപത്ത് കടന്നു വരുമ്പോൾ എന്താ സംഭവിക്കുന്നേ? നല്ല സ്നേഹിതനെ നമ്മളും തിരയും. ഈ ഈസോപ്പ് കഥകളുടെ മർമ്മമൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ പക്ഷേ തിരഞ്ഞ് കണ്ടുപിടിക്കുവാൻ കഴിയാറുണ്ടോ? ഇല്ല. കഷ്ടത കടന്നു വരുമ്പോൾ, പ്രതിസന്ധിയിൽ നാം അകപ്പെടുമ്പോൾ, നമുക്കുള്ള പലതും നഷ്ടപ്പെട്ട് ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നാം താഴേക്കിറങ്ങുമ്പോൾ, ഇറങ്ങേണ്ടി വരുമ്പോൾ ഒപ്പമുള്ള പലരും നമ്മെ വിട്ടുപോകും. അവർ നമ്മിൽ നിന്ന് മാറിപ്പോകും. അതുമല്ല യഥാർത്ഥ പ്രശ്നം. ഇങ്ങനെ നമ്മെ വിട്ട് ഓടിപ്പോകുവാൻ, നമ്മെ ഒഴിവാക്കുവാൻ എന്ന് വെച്ചാൽ നമ്മുടെ കഷ്ടതയുടെ മധ്യേ നമുക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കുവാൻ വേണ്ടി, അപ്പോൾ കഷ്ടതയിലാവുമ്പോൾ സഹായിക്കേണ്ടി വരുമല്ലോ, അങ്ങനെ സഹായം ചെയ്യാതിരിക്കുവാൻ വേണ്ടി ഇവരൊരു പരിപാടി കാണിക്കും. എന്താ? നമ്മുടെ കുറവുകൾ കൊണ്ടാണ്, നമ്മൾ മുഖാന്തരമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വന്നതെന്ന് ഇവർ സ്ഥാപിക്കും. നിന്റെ കുഴപ്പം കൊണ്ടാ, നിന്റെ കയ്യിലിരിപ്പുണ്ടാ. അല്ലേ സഹോദര? ജോലി സ്ഥലത്ത് പ്രശ്നമുണ്ടായപ്പോൾ നിന്നെ സഹായിക്കേണ്ടവർ സഹായിക്കാതിരിക്കുവാൻ വേണ്ടി പറഞ്ഞ കാരണങ്ങൾ ഇതൊക്കെയല്ലേ? നീ മര്യാദയ്ക്കൊക്കെ ജോലി ചെയ്യണമായിരുന്നു. ഇവിടെ കാണിച്ച ഈ പരിപാടിയും കൊണ്ട് അവിടെ പോയത് കൊണ്ടല്ലേ? ഇത് വല്ലാത്ത വേദനയാണ് സമ്മാനിക്കുന്നത് അല്ലേ? ഒരു ആശ്വാസ വാക്ക് പറയേണ്ടവർ, കുഴപ്പമില്ലടാ ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയേണ്ടവർ ഇട്ടിട്ട് ഓടാൻ വേണ്ടി കുത്തുവാക്കുകൾ പറയും. നമ്മളല്ല എന്ന് പറയുമ്പോൾ അവൻ്റെ അഹങ്കാരത്തിനൊരു കുറവുമില്ല, നികളം. അങ്ങനെ നികളിച്ച് നടക്കുക. പോ നീയും ഞങ്ങളുമായിട്ട്. അവളുടെ നാക്ക് അതുകൊണ്ട് തന്നെ ഇപ്പം വീട്ടിൽ വന്നിരിക്കുന്ന കണ്ടില്ലേ? അല്ലേ സഹോദര? ചുമ്മാ നല്ലടാ നിന്റെ ഭാര്യ നിന്നെ ഇട്ടിട്ട് പോയത്. നിന്റെ കയ്യിലിരിപ്പാ, കൂടെ നിന്ന് ചേർത്ത് വയ്ക്കേണ്ടവരാ. മക്കളുടെ ജീവിതത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒപ്പം നിന്ന് അവരെ ആ ദുഷ്ട ലോകത്തിൽ നിന്ന്, അവർ ആയിപ്പോയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് തിരികെ കൊണ്ടുവരേണ്ടവരാ. അവര് അങ്ങനെ തന്നെ ആകും. മുള്ളിന്റെ മുട്ടിൽ മുള്ളല്ലാതെ പിന്നെ നീ പണ്ടെങ്ങനെയായിരുന്നു അതുപോലെയൊക്കെ തന്നെ. ചില്ലറ പൊടിച്ചതാണോ? അപ്പോൾ മക്കളും അങ്ങനെ തന്നെയല്ലോ. അതൊന്നും രക്ഷപ്പെടത്തില്ലെന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞതാ. മക്കളെ വളർത്തേണ്ടത് ഇങ്ങനെ ഒന്നും അല്ല. ഇങ്ങനെയൊക്കെ വളർത്തിയത് കൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനെ അല്ലേ? മര്യാദയ്ക്കൊക്കെ ജീവിക്കാത്തോണ്ടാ ഉള്ള രോഗങ്ങളൊക്കെ വന്ന്. എന്തോ കുഴപ്പമുണ്ട്. ചുമ്മാതൊന്നും ഇങ്ങനെ കഷ്ടതയും പ്രതിസന്ധിയും ഒന്നും അടിക്കടി വരത്തില്ല. കടക്കാരനായെങ്കിലും വലിയ കണക്കായിപ്പോയി. മര്യാദയ്ക്ക് ജീവിക്കാത്തോണ്ടല്ലേ? ജോലിക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ പറഞ്ഞല്ലോ. അപ്പോഴാ കട തുടങ്ങാൻ പോയത്, കച്ചവടം ചെയ്യാൻ പോയത്, ബിസിനസ് ചെയ്യാൻ പോയി, വലിയ വലിയ പണക്കാരനാകാൻ പോയതാ, അംബാനിയാകാൻ പോയതാ. അയ്യോ, ഇവിടെ നിന്നും പറ്റത്തില്ല. മോക്ക് അങ്ങ് പേർഷ്യയിൽ നിന്ന് രാജകുമാരനെ കൊണ്ടുവരണം. അതിനുവേണ്ടി അവള് പോയതാ. ഇപ്പൊ എന്തായി? ഇവിടെ ഒന്നും പറ്റില്ല. അങ്ങ് ഇല്ലേ? ഇതല്ലേ? ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ ചെയ്യുന്നേ? അവര് നമ്മിൽ നിന്ന് അകന്നു പോകും. സുഹൃത്തുക്കൾ മാത്രമല്ല കേട്ടോ, ബന്ധുക്കളും ഏറ്റവും അടുത്തവരും. അതാ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നത് അല്ലേ? നമ്മുടെ കൊറോണയ്ക്ക് മുമ്പ് സാമ്പത്തിക മാന്ദ്യം ഉണ്ടായ സമയം പ്രൈസർ ഫാമിലിയിലേക്ക് ഒരു സഹോദരൻ വിളിച്ചു. ആ സഹോദരൻ വളരെ നേരത്തെ ഗൾഫ് രാജ്യത്തിലേക്ക് കടന്നുപോയി. നല്ല ജോലി ഉണ്ടായിരുന്നു. തൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ മാറി. നല്ലൊരു വീട് വെച്ചു. മക്കളെയൊക്കെ നല്ല നിലയിൽ പഠിപ്പിക്കുവാൻ തുടങ്ങി. ആ സമൂഹത്തിലൊരു നിലയും വിലയും ഒക്കെ ഉണ്ടായി. അവർ ആയിരുന്ന സാഹചര്യത്തിൽ നിന്ന് അവരുടെ ജീവിതം മാറി ഒരു ഉയർന്ന നിലയിലേക്ക് എത്തി. അങ്ങനെ ജീവിച്ചു പോകയിലാണ് ഈ പറഞ്ഞ സാമ്പത്തിക മാന്ദ്യം കടന്നു വന്നു. അദ്ദേഹത്തിന് ജോലി ഉണ്ട്, പക്ഷെ ശമ്പളം കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഇട്ടിട്ട് പോകാൻ വേണ്ടി ശമ്പളം കൊടുക്കാതെ കഠിന വേല ചെയ്യിപ്പിക്കുന്ന അവസ്ഥ. അങ്ങനെ കഠിന വേല ചെയ്യുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. ശമ്പളവും കിട്ടുന്നില്ല, കഠിന വേലയും കൂടെ. ഇട്ടിട്ട് പോ എന്ന് പറയുന്ന ഒരു ധ്വനി അവരുടെ വാക്കുകൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്നത് നിനക്ക് കാണാം സഹോദര, അല്ലേ? അത് വല്ലാതെ ഭാരപ്പെടുത്തുകയല്ലേ? നോക്കിയേ, ഇവിടെയും അത് തന്നെ. ആ സഹോദരൻ വല്ലാതെ തളർന്നു. തളർച്ചയുടെ ആക്കം കൂട്ടുവാൻ എന്ന വണ്ണം ഈ ജോലിയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ വീട് വെച്ചത്, പെട്ടെന്ന് ഒരു വീടൊന്നും വെക്കാൻ പറ്റത്തില്ലല്ലോ. ലോൺ എടുത്താ വീട് വെച്ച്. മക്കളുടെ പഠന കാര്യത്തിനും ഒത്തിരി പണം വേണം.
അപ്പോൾ വലിയ ബാധ്യത മുൻപിലുണ്ടായി. ഇത് അറിഞ്ഞ ഒപ്പമുള്ളവർ ഇദ്ദേഹം അവരെ വിളിക്കുവാൻ, തൻ്റെ സുഹൃത്തുക്കളായ, തൻ്റെ ബന്ധുക്കളായ അവരെയൊക്കെ വിളിക്കുവാൻ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങോട്ട് അദ്ദേഹത്തെ കുറേ കുറ്റം പറയും. നിന്റെ കയ്യിലിരിപ്പാ, ഇങ്ങനെയൊന്നുമല്ല ഒരു രാജ്യത്ത് ജോലിക്ക് പോയാൽ കുറച്ചുകൂടെയൊക്കെ ഒരു പക്വത കാണിക്കണം, കുറച്ചുകൂടെയൊക്കെ ഒന്ന് താഴ്മ വേണം, ചുമ്മാ ഇങ്ങനെ ബഹളം വെച്ചും ഇങ്ങനെ പറഞ്ഞ് കുറ്റം പറയും. എന്തിനാ കുറ്റം പറയുന്നത്? പുള്ളി വിളിക്കുന്നത് കേൾക്കുമ്പോൾ അവർക്കറിയാം പൈസ ചോദിക്കാനാണ്. കാരണം ലോൺ അടയ്ക്കണം, മക്കളുടെ പഠനം. ഇത് തിരിച്ചറിഞ്ഞ് മുന്നമേ അവർ തരത്തില്ല എന്നുള്ള കാര്യം വേറൊരു രീതിയിൽ അവതരിപ്പിക്കുന്നതാണ്. കുത്തുവാക്കുകൾ പറഞ്ഞു. അന്ന് ഞങ്ങൾക്കും ആവശ്യങ്ങളുണ്ടായിരുന്നു, പക്ഷെ ആരും ഇല്ലായിരുന്നു. എവിടെ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇത് പുറത്തുനിന്ന് മാത്രമല്ല കേട്ടോ, കുറേ കഴിഞ്ഞപ്പോൾ വീട്ടിനകത്ത് നിന്നും ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യവുമുണ്ടോ? ചായ അവിടെ അങ്ങനത്തെ റൂമാണ് ആവശ്യം, തറയിൽ ഇന്ന മാർബിൾ ഇടണം, ബാത്റൂം ഇന്നതുപോലെ ആയിരിക്കണം, ഈ മോഡലിൽ തന്നെ ആയിരിക്കണം, കിച്ചൺ ആണെങ്കിൽ സാധാരണ ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ ഭാര്യ. ഇങ്ങനെ ഇവിടെ തന്നെ ട്യൂഷന് പോകണം, ഈ ആപ്പിൽ കൂടെ പഠിച്ചാലേ ഞങ്ങൾക്ക് പഠിച്ചുയരുവാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞ മക്കൾ അവരൊക്കെ കുറ്റം പറയുവാനായി തുടങ്ങി. ഇതിന് വല്ല ആവശ്യമുണ്ടായിരുന്നു? എല്ലാം എടുത്ത് തലയിൽ വെച്ചില്ലേ? തളർന്നുപോയി. അയ്യോ, പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥ. അദ്ദേഹം വിളിച്ച് സംസാരിച്ച് തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ കരയുവാനായി തുടങ്ങി. പൊട്ടി കരയുക. യുവദാസനെ, ഞാൻ ഇനി എന്തിന് ജീവിക്കണം? ആർക്ക് വേണ്ടി ജീവിക്കണം? എനിക്ക് വയ്യ, ഇനി മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല. ആ സഹോദരൻ അങ്ങനെ പറകയിൽ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ സഹോദരനോട് പറയുവാൻ ഒരു വചനം എൻ്റെ നാവിന്മേൽ നൽകി. ആ സഹോദരനോട് ഞാൻ പറഞ്ഞത്, ആ സഹോദരൻ്റെ അതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ഇപ്പോൾ കേൾക്കുവാൻ പോവുകയാണ്. യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവൻ്റെ സകല സഹോദരന്മാരും സഹോദരിമാരും മുമ്പേ അവന് പരിചയമുള്ളവരൊക്കെയും അവൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ വീട്ടിൽ അവനോടുകൂടെ ഭക്ഷണം കഴിച്ചു. യഹോവ അവൻ്റെ മേൽ വരുത്തിയിരുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് അവർ അവനോട് സഹതാപം കാണിച്ച് അവനെ ആശ്വസിപ്പിച്ചു. ഓരോരുത്തരും അവന് ഓരോ പൊൻനാണ്യവും ഓരോ പൊൻമോതിരവും കൊടുത്തു. ആ സഹോദരനോട് ഞാൻ ഈ വചനം പറഞ്ഞു. സഹോദരൻ പറഞ്ഞു, ദൈവദാസനെ, ഇത് സംഭവിക്കുമോ? എൻ്റെ ഭാര്യ പഴയതുപോലെ എന്നെ സ്നേഹിക്കുമോ? എൻ്റെ മക്കൾ പഴയതുപോലെ എന്നെ സ്നേഹിക്കുമോ? എൻ്റെ ബന്ധുക്കൾ, എൻ്റെ സുഹൃത്തുക്കൾ? ഞാൻ ചിന്തിച്ചു, അവർ മടങ്ങി വരുമെന്ന് പറയുമ്പോൾ ഈ പുള്ളി പറയും, ഇനി മടങ്ങി വന്നിട്ട് എന്തിനാ? എനിക്ക് ഒരുത്തികളെയും വേണ്ട, എനിക്ക് ഒരുത്തരെയും വേണ്ട. അല്ല, അവരെങ്ങനെയൊക്കെ കുറ്റം പറഞ്ഞവരായിരുന്നാലും, വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തിയവരായിരുന്നാലും, ആവശ്യ സമയത്ത് ഉപകരിക്കാതെ മാറി നിന്നവരായിരുന്നാലും, അവരൊക്കെ എനിക്കൊപ്പം വേണം. സഹോദരി, നീ കരയുക. ഒരുപാട് വേദനിപ്പിച്ചു, ഒരുപാട് നിന്ദിച്ചു, ഒരുപാട് അപമാനിച്ചു നിന്റെ പ്രിയ ഭർത്താവ്, നിന്റെ ഭർത്താവിൻ്റെ ബന്ധുക്കൾ. പക്ഷേ അവരില്ലാതെ നിനക്ക് പറ്റത്തില്ല. ആ സഹോദരൻ പറയുക, ഒന്ന് വന്നാൽ മതി, അവരൊക്കെ പഴയതുപോലെ ഒന്ന് എന്നോട് സംസാരിച്ചാൽ മതി, എനിക്ക് അവരുടെ ശബ്ദം ഒന്ന് കേൾക്കുവാൻ കഴിഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു, സഹോദര, ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഈ വചനം നിന്റെ ജീവിതത്തിൽ നിവർത്തിയാകും. യോബിൻ്റെ ജീവിതത്തിൽ നിവർത്തിയായതുപോലെ നിന്റെ ജീവിതത്തിലും നിവർത്തിയാകും. ആ സഹോദരൻ പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതിലും വലിയ വേദനയോടെ പിന്നെ വിളിച്ചു, ദൈവദാസനെ, എല്ലാവിധ നഷ്ടപ്പെട്ടു പോകുവാൻ പോകുന്നു. കൊറോണ എന്നൊരു മഹാരോഗം വന്നിരിക്കുക. ഇവിടെ ആകെപ്പാടെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു, സഹോദര, അന്ന് കൊറോണ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും വ്യക്തമായി അറിയത്തില്ല. ഞാൻ പറഞ്ഞു, സഹോദര, കൊറോണയുടെ കുറവുകളെ കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. കൊറോണയുടെ കുറവുകളെ നികത്തുവാൻ കഴിവുള്ള ഒരു ദൈവം നിനക്കൊപ്പമുണ്ട്. കൊറോണയെ കണ്ട് ഭയപ്പെടുന്നവനല്ല ദൈവം. കൊറോണയുടെ അനുകൂല സാഹചര്യം നോക്കി ഇരിക്കുന്നവനല്ല ദൈവം. നിനക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കും. അതേ, ദൈവത്തിന് പ്രവർത്തിക്കുവാൻ നിങ്ങളുടെ സാഹചര്യം എല്ലാം ഓക്കെ ആണെങ്കിൽ നാട്ടുകാരും ബന്ധുക്കളും വീട്ടുകാരും കൂടെ കാണും. അതുപോലെ കൂടെ കാണുന്ന ഒരുവനല്ല എൻ്റെ ദൈവം.
ആ സഹോദരന് വേണ്ടി അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ കർത്താവ് ഒരു ജോലി ഒരുക്കി. ആ സഹോദരന് വേണ്ടി കർത്താവ് ആ പ്രതികൂലങ്ങളുടെ മധ്യത്തിലും പ്രവർത്തിച്ചു. ഒത്തിരി പേർ ജോലി നഷ്ടപ്പെട്ട് മുറിക്കകത്ത് പൂട്ടപ്പെട്ടവരായി ആയിരുന്നപ്പോൾ അടുത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിനൊരു ജോലി ലഭിച്ചു. കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളത്തെക്കാൾ ഇരട്ടിയിൽ അധികം ശമ്പളമുള്ള ഒരു ജോലി. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ തിരികെ വിളിക്കുവാൻ തുടങ്ങി. തനിക്ക് ആ ജോലി കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം സന്തോഷത്തോടെ ആ സാക്ഷ്യം വിളിച്ചു പറഞ്ഞു, അതെ, എനിക്ക് നഷ്ടപ്പെട്ടു പോയവരൊക്കെ ചിലത് എൻ്റെ ജീവിതത്തിൽ ദൈവം തിരികെ തന്നപ്പോൾ തിരികെ വന്നു. അതേ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയവർ, അകന്നു പോയവർ, നിന്നെ മുറിപ്പെടുത്തി വേദനപ്പെടുത്തി അകന്നു പോയവർ, അകന്നു പോകുവാൻ കാരണമായ ചിലതിനെ ദൈവം നിന്റെ ജീവിതത്തിൽ തിരികെ തരുമ്പോൾ, ഓ സ്തോത്രം, അവർ അകന്നു പോയത് നിന്റെ ജീവിതത്തിൽ പെട്ടെന്ന് വന്ന ചില പ്രതിസന്ധികൾ കണ്ടിട്ടാ, ചില അപകടങ്ങൾ കണ്ടിട്ടാ, ചില ഇല്ലായ്മകൾ കണ്ടിട്ട്, ആ ജോലി നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ്, വരുമാനം നീ പ്രതീക്ഷിച്ചതുപോലെ അവിടെ കിട്ടാത്തത് കൊണ്ട്, വീട്ടിലേക്ക് അയച്ചു കൊടുക്കുവാൻ കഴിയാത്തത് കൊണ്ട് അവരൊക്കെ ഇട്ടിട്ട് പോയി ഭാരപ്പെട്ടായിരിക്കുന്നുവോ, ആ അവസ്ഥയെ കർത്താവ് മാറ്റും. നോക്കിയേ, യോബിലേക്ക് തന്നെ നോക്കിയ ആ സഹോദരനിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ വേദപുസ്തകത്തിലേക്ക് ക്ഷണിക്കുകയാണ്. 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യോബിൻ്റെ ജീവിതത്തിൽ അവനുണ്ടായിരുന്നതൊക്കെയും ദൈവം ഇരട്ടിയായി അവന് മടക്കി നൽകി. ഇരട്ടിയായി മടക്കി നൽകിയപ്പോൾ അകന്നു പോയിരുന്നവരൊക്കെ അടുക്കൽ വന്നു. ഓ സ്തോത്രം, അകന്നു പോയിരുന്നവരൊക്കെ അടുക്കൽ വന്നു. ഇരട്ടിയായി ദൂത് ഇതാണ് സഹോദര, ഇരട്ടിയായി ആ ജോലി നഷ്ടപ്പെട്ട നാളുകളെക്കാൾ അധികം ഇരട്ടി വരുമാനമുള്ള ജോലി നൽകി എൻ്റെ കർത്താവ് നിന്നെ മാനിക്കും. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ നീ പ്രതീക്ഷിക്കുന്നതിലും അധികം വരുമാനം ലഭിക്കുന്ന ജോലി നൽകി എൻ്റെ കർത്താവ് നിന്നെ മാനിക്കും. ജോലി കിട്ടാത്തത് കൊണ്ട്, നീ പ്രതീക്ഷിച്ച് ആഗ്രഹിച്ച ജോലി കിട്ടാത്തത് കൊണ്ട് പലരും നിന്നെ വിട്ട് മാറിപ്പോയി സങ്കടപ്പെട്ട് ഭാരപ്പെട്ടായിരിക്കുന്നുവോ, കേൾക്ക്, ദൈവം ഇരട്ടി കിട്ടുന്ന ജോലി നിനക്ക് നൽകും. അധികം കിട്ടുന്നത് നിനക്ക് നൽകി അകന്നുപോയവരെ കുറ്റപ്പെടുത്തി അകന്നുപോയവരെ നിന്റെ അടുക്കലേക്ക് തിരികെ വരുത്തും. ഓ സ്തോത്രം. നിന്റെ ഫാമിലി ലൈഫിനകത്ത് പ്രശ്നമുണ്ടായപ്പോൾ അതുവരെ ചക്കരയും ഈച്ചയും പോലെ ഇരുന്നവരാ, അല്ലേ, കൂടെ ചാകാൻ നിന്നവരാ. പക്ഷേ നിന്റെ ഫാമിലി ലൈഫിനകത്ത് പ്രശ്നമുണ്ടായപ്പോൾ അകന്നു പോയി. ഇപ്പോൾ ശത്രുക്കളായി മാറിയിരിക്കുക, അപ്പുറത്ത് പോയി നിന്ന് കുറ്റം പറയുക, അല്ലേ സഹോദരിയെ. നിന്റെ ഭർത്താവ് മടങ്ങി വരുമ്പോൾ ഇന്നലത്തെക്കാൾ അധികം നിന്നെ സ്നേഹിച്ച്, യെസ് ദൂതാതാ, അവൻ മടങ്ങി വരുന്നതേ ഇന്നലത്തെക്കാൾ അധികം നിന്നെ സ്നേഹിച്ചുകൊണ്ടാ. ഓ, അവൻ മടങ്ങി വരുമ്പോൾ അല്ല, ദൈവം അവനെ മടക്കി വരുത്തുമ്പോൾ അകന്നു പോയവർ, മാറി നിന്ന് കുറ്റം പറയുന്നവർ ചേർന്ന് വരും. യെസ്, യേശുവിൻ നാമത്തിൽ ആ ഒറ്റപ്പെടലിന് അറുതി വരുവാൻ പോകുക. ആരുമില്ലാത്തവളായി നീ മാറിയ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. സഹോദര, നിന്റെ ഭാര്യയെ കർത്താവ് നിനക്ക് മടക്കി തരുമ്പോൾ, യെസ്, നഷ്ടപ്പെട്ടു പോയി, നീ തിരിച്ചറിയുന്നുണ്ട്, ഒപ്പമുള്ളവർ അത് മനസ്സിലാക്കി, അവർക്ക് കാര്യം മനസ്സിലായി. നിന്റെ ഭാര്യ നഷ്ടപ്പെട്ടു പോയി, നിന്റെ കുടുംബം തകർന്നു പോയി, നിന്റെ കുടുംബജീവിതം നഷ്ടപ്പെട്ടു പോയി. ഇനി അവൻ ഗതി പിടിക്കത്തില്ല. ഇനി നീ ഗതി പിടിക്കത്തില്ല. ഇനി നീ പഴയതുപോലെ പഴയ വഴികളിലൊക്കെ നടന്ന് നീ ആകപ്പാടെ അങ്ങനെ മറ്റുള്ളവർ കണ്ടു, അതുകൊണ്ട് മോറി നിന്ന് കുറ്റം പറയുക. നിന്റെ ഭാര്യയെ തിരികെ നൽകി, അല്ല, തകർന്നു പോയി നിന്റെ കുടുംബ ജീവിതത്തെ തിരികെ നൽകി. നിന്നിൽ നിന്ന് അകന്നു പോയവർ, വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ടും നിന്നെ വേദനിച്ച് അകന്നു പോയവർ, അവരെ എൻ്റെ കർത്താവ് നിന്റെ അടുക്കിലേക്ക് കൂട്ടിവരുത്തും. പഴയതിനേക്കാൾ അധികം സ്നേഹമുള്ള, സന്തോഷമുള്ള ഒരു കുടുംബവും ഒപ്പമുള്ളവരെയും കർത്താവ് നിനക്ക് നൽകി നിന്നെ മാനിക്കുവാൻ പോകുക. ഓ സ്തോത്രം, യേശുവിൻ നാമത്തിൽ. നീ അത് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. അതേ മാതാവേ, പിതാവേ, നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് മോശം വാക്കുകൾ പറഞ്ഞിട്ടാ മകൻ മരുമകളുമായി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. മകൾ ഒരുപാട് മോശം വാക്കുകൾ പറഞ്ഞു. അയ്യോ, മക്കൾ ഒരുപാട് പറയാൻ പാടില്ലാത്തത് പറഞ്ഞു. പക്ഷെ കാത്തിരിക്കുക, അവരൊന്ന് വന്നിരുന്നെങ്കിൽ, അവർ പറഞ്ഞതെല്ലാം പോട്ടെ, എനിക്കവരെ കാണാതിരിക്കുവാൻ കഴിയത്തില്ല. മാതാവേ, നീ കരയുക. പിതാവേ, നിന്റെ ഉള്ളം കത്തുകയാ. മക്കളെ ഒന്ന് കാണുവാൻ കഴിയാതെ, ആ കുഞ്ഞുമക്കളെ ഒന്ന് എടുക്കുവാൻ കഴിയാതെ, ചില ഇല്ലായ്മകൾ അവർ പ്രതീക്ഷിച്ചതുപോലെ ചിലത് നിന്റെ ജീവിതത്തിൽ ഇല്ലാതെ ആയിത്തീർന്നു. ചിലത് തന്ന് ഒപ്പമുള്ള പ്രിയപ്പെട്ട മക്കൾ
അവർ അകന്നു പോകുവാൻ ഇടയായിത്തീർന്ന ആ സാഹചര്യങ്ങളെ മാറ്റി കർത്താവ് അവരെ മടക്കി വരുത്തിയ യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. മാതാവേ, പിതാവേ, നിന്റെ മക്കൾ മടങ്ങി വരിക. നിനക്കൊപ്പം സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാൻ തക്കവണ്ണം നിന്റെ മക്കൾ മടങ്ങി വരിക. നിന്നിൽ നിന്ന് അകന്നുപോയ പലരും, നിന്നിൽ നിന്ന് പറിച്ചു കൊണ്ടുപോയ നിന്റെ മക്കൾ ആ അഡ്മിഷൻ അവർക്ക് നേടിക്കൊടുക്കുവാൻ കഴിയാത്തത് കൊണ്ട് ആമേൻ. ചിലർ അവരുടെ പരാജയത്തിൻ്റെ ഭാരം നിന്റെ മേലിട്ട് മാറി നിൽക്കുക. മക്കൾ തന്നെ. അവർ പഠിക്കാത്തതല്ല കുറ്റം, അവർ പ്രാർത്ഥിക്കാത്തതല്ല കുറ്റം, നീ പ്രാർത്ഥിച്ചിട്ട് ദൈവം കേട്ടില്ല എന്നുള്ളതാ പരാതി. പ്രിയ മാതാവേ, കുറ്റപ്പെടുത്തൽ മുഴുവനും നിനക്കാ. അറിയാമെങ്കിലും ഇതിനൊക്കെ എങ്ങനെ മറുപടി കൊടുക്കണമെന്ന് അറിയത്തില്ല. അവർ കാണുക ചിലത് നിന്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ചെയ്ത് അവരെ മടക്കി വരുത്തും. നിന്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം പ്രവർത്തിക്കുന്ന പ്രവർത്തി കണ്ട് ദൂത, മാതാവേ, പിതാവേ, ഏറ്റെടുക്ക പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന പ്രവർത്തി കണ്ട് അവർ മടങ്ങി വരും. യേശുവിൻ നാമത്തിൽ ആ മോശം കൂട്ടുകെട്ടുകളിൽ നിന്ന് അവർ മടങ്ങി വരും. ആ മോശം സ്വഭാവങ്ങളിൽ നിന്ന് അവർ മടങ്ങി വരും. ആ പരാജയത്തിൽ നിന്ന് അവരെ കർത്താവ് മടക്കി വരുത്തി മാനിക്കും. സ്തോത്രം. ആമേൻ. അവർക്ക് വേണ്ടി കർത്താവ് ചിലത് ചെയ്യും. നിന്റെ പ്രാർത്ഥനയുടെ ഫലം അവരുടെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് നൽകും. രാജ്യങ്ങളുടെ വാതിലുകളെ തുറന്ന് അവരുടെ വാഗ്ദത്തങ്ങളിലേക്ക് കടന്നു പോകുവാൻ, ആ വാഗ്ദത്തം സന്തോഷത്തോടെ അനുഭവിക്കുവാൻ തക്കവണ്ണം നിന്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് ചിലത് ചെയ്യും. അകന്നുപോയവർ, ഒപ്പം നിന്നവരാ ബിസിനസ് തുടങ്ങിയപ്പോൾ ഇതോടെ നിന്റെ ജീവിതം മാറും, രക്ഷപ്പെടും, ഞങ്ങളൊക്കെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ഒപ്പം നിന്നതാ. പക്ഷേ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുൻപോട്ട് പോയില്ല. കടം കയറി, പലിശക്കടം, ബാങ്ക് ലോൺ, ജപ്തി നോട്ടീസ്, പലിശക്കാരുടെ അയ്യോ കളി മാറി തുടങ്ങി. കഥയും മാറി. ഒപ്പമുണ്ടായിരുന്നവരൊക്കെ അകന്നു പോകുവാൻ തുടങ്ങി, കുറ്റം പറയുവാൻ തുടങ്ങി. അഹങ്കാരി. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യവുമുണ്ടോ? അവർ മടങ്ങി വരുവാൻ തക്കവണ്ണം, താങ്ക് ഗോഡ്, അവർ മടങ്ങി വരുവാൻ തക്കവണ്ണം നഷ്ടത്തിലായ നിന്റെ ആ സ്ഥാപനത്തെ, നിന്റെ ആ കടയെ, നിന്റെ ആ വാഹനത്തെ യേശുവിൻ നാമത്തിൽ കർത്താവ് അനുഗ്രഹിക്കുക. ആമേൻ. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഇരട്ടിയായി നീ പ്രതീക്ഷിച്ച് തുടങ്ങിയതിലും ഇരട്ടിയായി നീ ആ രാജ്യത്ത് കടന്നുപോയി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. നീ ആഗ്രഹിക്കുന്നത് നേടണമെന്ന് വിചാരിച്ചൊരു ബിസിനസ് തുടങ്ങി, പ്രതീക്ഷിച്ചത് കിട്ടിയില്ല. അത് കിട്ടുമെന്നല്ല എനിക്ക് നിന്നോട് പറയുവാനുള്ളത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിർബന്ധിക്കുക, നിന്നോട് പറയുവാൻ ഇരട്ടിയായി ദൈവം നൽകും. എന്തൊക്കെ അവിടെ നിനക്ക് നഷ്ടപ്പെട്ടുവോ, ആ രാജ്യത്ത് എന്തൊക്കെ നിനക്ക് നഷ്ടപ്പെട്ടുവോ, ആ ബിസിനസ് മുഖാന്തരം എന്തൊക്കെ നഷ്ടപ്പെട്ടുവോ, അതൊക്കെ എൻ്റെ കർത്താവ് നിനക്ക് ഇരട്ടിയായി തിരികെ തന്ന് അകന്നു പോയവരെ നിന്നോട് എൻ്റെ കർത്താവ് ചേർത്ത് നിർത്തും. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ആമേൻ. നഷ്ടപ്പെട്ടു പോയ ആരോഗ്യത്തെ തിരികെ നൽകി അകന്നുപോയ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്തും. ആരോഗ്യം നഷ്ടപ്പെട്ടു, ഭർത്താവിന് വേണ്ട, മക്കൾക്ക് വേണ്ട, എന്നും രോഗം. ഈ തള്ളെ ഞങ്ങൾക്കെന്തിനാ, ഇവളെ എനിക്കെന്തിനാ ഭർത്താവ് ചോദിക്കുന്നു. ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു ഉറങ്ങുവാൻ പോലും സമ്മതിക്കുന്നില്ല. രോഗം, നിന്റെ കഠിന വേദന നിന്നെ ഉറക്കുന്നില്ല. ആ വേദനയുടെ ബഹിസ്ഫുരണം നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഉറങ്ങുവാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കുന്നു. അവർ കോപിക്കുന്നു, മോശം വാക്കുകൾ പറയുന്നു. നിന്റെ ആരോഗ്യത്തെ എൻ്റെ കർത്താവ് തിരികെ നൽകുവാൻ പോകുക. ഉറങ്ങുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന സഹോദര, മാതാവേ, നിന്നെ എൻ്റെ കർത്താവ് സൗഖ്യമാക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ. ആമേൻ. ചിലത് നിന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ, ഇല്ലാതായിത്തീർന്ന ചിലത് കർത്താവ് തിരികെ നൽകും. കർത്താവ് തിരികെ നൽകി നഷ്ടപ്പെട്ടു പോയി, നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ, നിന്നെ ഇട്ടിട്ട് ഓടിക്കളഞ്ഞ അവരെ നിന്നോട് ചേർത്ത് നിർത്തും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കിവിടെ ഒരു സംശയം ഉണ്ടായേക്കാം. ഞാൻ നേരത്തെ ചിന്തിച്ചതുപോലെ ആ സഹോദരൻ എന്തുകൊണ്ടായിരിക്കും ഇവരെയൊക്കെ മടങ്ങി വരുമ്പോൾ പഴയതുപോലെ സ്നേഹിക്കുവാൻ തയ്യാറാകുന്നത്? നല്ലൊരു മനസ്സിൻ്റെ ഉടമയായതുകൊണ്ട് എന്നല്ല. ചിലരില്ലാതെ നമുക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല. പക്ഷേ അടുത്തൊരു ഘട്ടമുണ്ട്. ഇവരുടെ അവസ്ഥ എന്തായിരിക്കും? മടങ്ങി വരുന്നവരുടെ അവസ്ഥ. അത് മനസ്സിലാകണമെങ്കിൽ അല്പമായി ഇയ്യോബിൻ്റെ ജീവിതം നാം ചിന്തിക്കേണ്ടതുണ്ട്. 1-ാം അധ്യായം ഇയ്യോബിൻ്റെ പുസ്തകം. അവിടെ ഊസ് ദേശത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഭക്തനായ ഒരു മനുഷ്യൻ്റെ, ഇയ്യോബ് എന്ന മനുഷ്യൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് പുസ്തകം ആരംഭിക്കുന്നത്. എല്ലാമുള്ള ഇയ്യോബ് ദൈവത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും നീതിമാനും നിഷ്കളങ്കനും ദോഷം വിട്ടകന്നവനുമായി ജീവിക്കുന്ന ഇയ്യോബ്. എല്ലാമുണ്ട് ഇയ്യോബിൽ.
എല്ലാമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ട്. എല്ലാം ഉള്ളപ്പോൾ എല്ലാവരും കാണും. അതെ, എല്ലാം തന്ന് എല്ലാവരെയും നിങ്ങൾക്കൊപ്പം നിർത്തുന്ന ഒരു ദൈവം. ആ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. എല്ലാം കർത്താവ് തരുമെന്ന്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ഇല്ല എന്നോർത്ത് നിങ്ങൾ ഭാരപ്പെട്ടായിരിക്കുന്നുവോ, സങ്കടപ്പെടേണ്ട. എല്ലാം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ തരും. ഭാര്യയ്ക്ക് ഭർത്താവിന് ഇഷ്ടക്കേടുണ്ടാക്കുന്ന, ഒപ്പമുള്ളവർക്ക് വെറുപ്പുണ്ടാക്കുന്ന മക്കളില്ലായ്മ എന്ന അവസ്ഥയെ കർത്താവ് മാറ്റും. ഉദരങ്ങളിൽ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി കർത്താവ് നൽകും. അങ്ങനെ എല്ലാം ഉള്ളവനായ യോബിന്റെ ജീവിതത്തിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. ഒരു ആക്സിഡന്റ്, അപകടം, അല്ലേ? ആ നല്ല സ്നേഹിതനെ തിരിച്ചറിയാൻ പറ്റുന്ന നല്ല സമയം. പെട്ടെന്ന് യോബിന്റെ ജീവിതത്തിൽ അപകടമാണ് കേട്ടോ, ആക്സിഡന്റലായി പെട്ടെന്ന് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. 1-ാം അധ്യായം 13-ാമത്തെ വാക്യം മുതൽ താഴേക്ക് നിങ്ങൾ വായിച്ചു വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എല്ലാം പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. കടലിലുള്ളതും കരയിലുള്ളതും വീടും വീട്ടിലുള്ളവരും വീട്ടുകാരും എല്ലാം നഷ്ടപ്പെട്ടു പോകും. എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന യോബിന്റെ നഷ്ടപ്പെടൽ തിരിച്ചറിഞ്ഞ് പ്രിയപ്പെട്ട ഭാര്യ യോബിനൊരു ഉപദേശവും കൊടുത്ത് യോബിന്റെ അടുക്കൽ നിന്ന് മടങ്ങിപ്പോവുകയും, നിന്റെ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് നീ പോയി ചത്തുകള. നിന്റെ കഷ്ടതയിൽ എനിക്ക് കൂടെ നിൽക്കാനൊന്നും പറ്റത്തില്ല. നീ നിന്റെ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ചത്തുകള. പല കഷ്ടങ്ങളും വരുമ്പോൾ, വിശ്വാസികളുടെ ജീവിതത്തിൽ പല കഷ്ടങ്ങളും വരുമ്പോൾ ഈ വാക്കുകൾ നിങ്ങൾ പലരിൽ നിന്നും കേൾക്കുന്നതാണ്. അല്ല, കേട്ടുകൊണ്ടേയിരിക്കുന്നു. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എന്തിനാ ഉപവസിക്കുന്നത്? ഉപവാസവും പ്രാർത്ഥനയൊക്കെ നിർത്തിയാൽ അവർ കൂടെ നിന്ന് എല്ലാം ശരിയാക്കി തരൂ? അതൊന്നുമില്ല. നിനക്ക് കിട്ടിയത് നീ തന്നെ വെച്ചോ, പക്ഷേ ദൈവത്തെ അങ്ങ് തള്ളിക്കള. പന്ന പിശാചുക്കൾ. അവരുടെ ചിന്ത ഇത്രയേ ഉള്ളൂ. ഇന്നെല്ലാം നഷ്ടപ്പെട്ടു, നാളെ അത് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കണം. നീ നഷ്ടപ്പെട്ടവനായി തന്നെ തുടരണം. നീ പ്രശ്നത്തിൽ തന്നെ, നീ കഷ്ടത്തിൽ തന്നെ ആയിരിക്കണമെന്ന് ചിന്തിച്ച് ഉറപ്പിച്ച് പിശാച് നിനക്ക് വേണ്ടപ്പെട്ടവരിലൂടെ നിന്നോട് പറയും, നീ ദൈവത്തെ തള്ളിക്കളയൂ. നീ എന്തിനാ ആരാധിക്കുന്നു? നീ എന്തിനാ പ്രാർത്ഥിക്കുന്നു? നീ എന്തിനാ ഇങ്ങനെ? അത് കേട്ട് കുറേ പൊട്ടന്മാർ ദൈവത്തെയും തള്ളിക്കളഞ്ഞിട്ട് പോയി അങ്ങനെ ഇരിക്കും. അവിടെ ഇരിക്കത്തേയുള്ളൂ. ഭക്തൻ ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും ദൈവത്തോട് ചേർന്ന് നിൽക്കും. ദൈവം അവനെ വിടുവിക്കും. നോക്കൂ, അപ്പോൾ യോബിന്റെ ജീവിതത്തിൽ യോബിന്റെ ഭാര്യ തന്നെ യോബിനെ തള്ളിക്കളഞ്ഞ് പോകുവാൻ തക്കവണ്ണം എല്ലാം നഷ്ടപ്പെടുന്നു. അങ്ങനെ നഷ്ടപ്പെട്ടവനായി യോബായിരിക്കുമ്പോൾ 2-ാം അധ്യായത്തിലേക്ക് കഥ മുൻപോട്ട് പോവുകയാണ്. അവിടെ യോബിന്റെ 3 സ്നേഹിതന്മാർ യോബിനെ തേടി വരുന്നു. 2-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. ആ 3 സ്നേഹിതന്മാർ ആശ്വസിപ്പിക്കുവാനും സഹതപിക്കുവാനുമാണ് കടന്നു വരുന്നത്. എന്നാൽ കടന്നു വന്ന് യോബിനെ കാണുമ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. ഇനി ഇവനെ ആശ്വസിപ്പിച്ചത് കൊണ്ടും സഹതപിച്ചത് കൊണ്ടും ഒന്നും ഒരു കാര്യമില്ല, ഇവനുള്ളതെല്ലാം പോയി. അപ്പോൾ ഇവൻ്റെ അടുത്ത് ആശ്വാസമായിട്ടിരുന്നു കഴിഞ്ഞാൽ ഇവനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഇവൻ്റെ ഇല്ലായ്മയ്ക്ക് തുണ നിൽക്കേണ്ടി വരും. അത് ഞങ്ങൾക്കുള്ള പലതും നഷ്ടപ്പെടും. കൂടെ നിന്നാൽ പലതും തരേണ്ടി വരും, ചില സഹായങ്ങൾ ചെയ്തു തരേണ്ടി വരും. അതുകൊണ്ടാണ് പലരും വിട്ടിട്ട് ഓടിപ്പോകുന്നത്. അത് ഈ പറഞ്ഞ 3 പുള്ളികൾക്കും അവരുടെ പേരവിടെ മനോഹരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. തോമ്യനായ എലിഫാസ്, ശൂഖ്യനായ ബിൽദാദ്, നയമാത്യനായ സോഫാർ എന്നിങ്ങനെ 3 പേര്. നല്ല പേരുകളാണ്, പക്ഷേ എണ്ണം കേട്ടോമാരെ യോബിൻ്റെ ജീവിതത്തിലാണ് കേട്ടോ. അപ്പോൾ ഇവർ വന്നിട്ട് തുടർന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. ഇത്രയും നമുക്കിവിടെ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. യോബിനെ അങ്ങ് പരിഹസിക്കുവാനും കുറ്റം പറയുവാനും, യോബ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു കഷ്ടത ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ എന്തോ പ്രശ്നമുണ്ട്, ദൈവം അങ്ങനെയൊന്നും ഒരു കഷ്ടതയ്ക്ക് ഇട കൊടുക്കത്തില്ല, നിൻ്റെ ജീവിതത്തിൽ പ്രശ്നമില്ലെങ്കിൽ, ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പാവപ്പെട്ട യോബിൻ്റെ ജീവിതത്തെ നരകതുല്യമാക്കി തീർക്കും. അയ്യോ, കഷ്ടത ഏറിക്കൊണ്ടിരിക്കുന്നു. ഇവരുടെ കുത്തുവാക്കുകളും പരിഹാസങ്ങളും ഒറ്റപ്പെടുത്തലുകളും ഇങ്ങനെ പറയാനുള്ളതെല്ലാം പറഞ്ഞ് യോബിൻ്റെ പെട്ടിയിലെ അവസാനത്തെ ആണിയും അടിച്ച് അവര് മടങ്ങിപ്പോയി. സഹായിക്കേണ്ടവർ മടങ്ങിപ്പോയി. എന്നാൽ സഹായിക്കുവാൻ പ്രാപ്തിയുള്ളവൻ അവൻ യോബിനെ തേടി വന്നു. വചനം പറയുന്നു, യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് യോബിനോട് അരുളി ചെയ്തു. ദൈവം വരികയാണ്. എന്തിനാ? എല്ലാം ഇരട്ടിയായി കൊടുത്തു. അപ്പോൾ ഇവരെല്ലാം തിരികെ വന്നു. ഇനി ശ്രദ്ധിച്ചോളണേ, യോബിന് ദേഷ്യമൊന്നുമില്ല, യോബിന് സ്നേഹം മാത്രമേ ഉള്ളൂ, സന്തോഷം മാത്രമേ ഉള്ളൂ. ദൈവമക്കൾക്ക് എപ്പോഴും അങ്ങനെ ആയിരിക്കണം. ഇന്നലകൾ നിങ്ങളെ ഉപദ്രവിച്ചവരും നിന്ദിച്ചവരും അപമാനിച്ചവരും ഒക്കെ തിരികെ വരുമ്പോൾ അവരെ പഴയതിനേക്കാൾ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയണം. കാരണം ഈ ഉപദ്രവിച്ചവരും നിന്ദിച്ചവരും കുറ്റം പറഞ്ഞവരും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്.
അവരുടെ ആ നിന്ദയുടെ അളവിനൊത്തവണ്ണം ഇരട്ടി നൽകിയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എത്രത്തോളം നിങ്ങൾ നിന്ദിക്കപ്പെടുമോ, എത്രത്തോളം നിങ്ങൾ ഉപദ്രവിക്കപ്പെടുമോ, അത്രത്തോളം ദൈവം നിങ്ങളെ മാനിക്കും. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദര സഹോദരി, നീ അനുഗ്രഹിക്കപ്പെടുക. ദൈവം നിന്നെ അനുഗ്രഹം കൊണ്ട് മൂടുവാൻ പോവുക. അത്രമാത്രം മാതാവേ പിതാവേ, നിങ്ങൾ നിന്ദിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ഉപദ്രവിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ അപമാനിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ മടങ്ങി വന്നവരുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇതുപോലൊരു അതാ ദൂത്. ഇവനൊക്കെ ചത്ത് ജീവിക്കും, തല കുനിച്ച് അപമാനം കൊണ്ട് നിന്നെ തള്ളിക്കളഞ്ഞിട്ട് ഓടിക്കളഞ്ഞല്ലോ, ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്നു ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടിവരുത്തുക. അതുപോലെ തന്നെ ഇതുപോലുള്ള അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജുകൾ എല്ലാ ദിവസങ്ങളിലും കേൾക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഒരു സഭാരാധന മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൺലൈനായി ഞങ്ങളുടെ സഭാരാധനയിൽ പങ്കെടുക്കുവാനുള്ള അവസരവും എല്ലാ ഞായറാഴ്ചയും 10:30 മുതൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒരു പ്രാർത്ഥനാ വിഷയമായി ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. അതേ, കോൺടാക്ട് ചെയ്യുക. ഈ മെസ്സേജുകൾ അനേകരിലേക്ക് എത്തിക്കുവാൻ, ഞങ്ങൾക്കൊപ്പം നിൽക്കുവാൻ, കൈത്താങ്ങുവാനും അവസരമുണ്ട്. എന്നാൽ കണ്ണടച്ച ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയത്തിനായി അടിയനങ്ങയെ സ്തുതിക്കുന്നു. ജോലി സംബന്ധമായി ഭാരം അനുഭവിക്കുന്നവർ, ഇല്ലായ്മ അനുഭവിക്കുന്നവർ, ജോലി മേലുള്ള സകല വെല്ലുവിളികൾ വഴി മാറട്ടെ. ജോലികൾ ലഭിക്കട്ടെ, പുതിയ ജോലികൾ ലഭിക്കട്ടെ, ശമ്പള കുടിശ്ശികൾ ലഭിക്കട്ടെ. ജോലിക്ക് പുറത്തു പോകുവാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് പിശാച് ബന്ധിച്ച് വീട്ടിനകത്ത് ഒതുക്കിയ ചിലർ പുറത്തു വരട്ടെ. പ്രാർത്ഥിക്ക്. തടസ്സം നിൽക്കുന്ന വെല്ലുവിളികൾ മാറിപ്പോകട്ടെ. ഇൻ്റർവ്യൂകൾ കഴിഞ്ഞ് ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് ജോലികൾ കിട്ടട്ടെ. നഷ്ടപ്പെട്ട ജോലിക്ക് പകരം അനുഗ്രഹിക്കപ്പെട്ട പുതിയ ജോലികൾ ലഭിക്കട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി താങ്ക് ഗോഡ്. ആ ബന്ധനം അഴിയുക. പ്രാർത്ഥിച്ചോട്ടെ. വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് അറുതി വരുവാൻ പോകുക. രാജ്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുവാൻ പോകുക. ആ തടസ്സം മാറുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ആ തടസ്സം മാറട്ടെ, തടസ്സം മാറട്ടെ. ആമേൻ, ആമേൻ. വിസ പ്രോബ്ലം മാറുക. സ്തോത്രം. കടന്നു പോകുവാൻ കഴിയാതെ വണ്ണം ആ വിസ പ്രോബ്ലം, ആ തടസ്സം വിട്ടുമാറുക. കുടുംബജീവിതങ്ങൾ തകർക്കപ്പെട്ടായിരിക്കുന്നവർ, നഷ്ടപ്പെട്ടു പോയെന്ന് കരുതി ഭാരപ്പെട്ട് എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, പ്രാർത്ഥിക്കുക സഹോദരി, പ്രാർത്ഥിക്കുക സഹോദര, നഷ്ടപ്പെട്ടു പോയവർ മടങ്ങി വരിക. അത് മുഖാന്തരമുള്ള നിന്ന മാറുക. നിൻ്റെ കുടുംബജീവിതം തകർന്നത് മുഖാന്തരം നീ അനുഭവിക്കുന്ന നിന്ന നസ്രായ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോവുക. അവർ മടങ്ങി വരിക. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ട് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ഉപരിപഠന സാഹചര്യങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിച്ചാട്ടെ. വഴി തുറക്കപ്പെടുക. അവരെ പഠിപ്പിക്കുവാനുള്ളതിൻ്റെ കരങ്ങൾ ലഭിക്കുക. ആ ലോണ് സാങ്ഷൻ ആവുക. റിസൾട്ട് ഉണ്ടാവുക. മത്സര പരീക്ഷകൾ റിസൾട്ട് ഉണ്ടാകുക. അമേൻ, ആമേൻ, ആമേൻ. പ്രാർത്ഥിക്കുക. ആ കുഞ്ഞുനാളിലുള്ള രോഗങ്ങൾ മാറുക. ജന്മനാലുള്ള ചില രോഗങ്ങൾ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ആ രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കുക. രോഗികളായി ഭാരപ്പെടുന്ന എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കുക. രോഗാതുരമായ നാഡി, നരമ്പുകൾ, കോശങ്ങൾ, അവയവങ്ങൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ പുനർനിർമ്മിക്കപ്പെടുക. വിട്ടുമാറാത്ത തലവേദന വിട്ടുമാറുക. താങ്ക് ഗോഡ്. എല്ലാ ബാക്ക് പെയിനും മാറിപ്പോവുക. യേശുവിൻ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിക്കുക. ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടുവാൻ ശുശ്രൂഷകന്മാർ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. മാധവേ, പ്രാർത്ഥിക്കുന്നതിൻ്റെ മക്കൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ. ആ മദ്യപാന വ്യഭിചാര വെറുക്കൂത്തുകൾ വിട്ടുപോവുക. യേശുവിൻ നാമത്തിൽ ദൈവമല്ലാത്ത കൂട്ടുകെട്ടുകൾ വിട്ടുമാറുക. വിവാഹബന്ധങ്ങൾ നടക്കുക. ആ തടസ്സം മാറട്ടെ. പ്രാർത്ഥിക്കുക. ഉദരഫലങ്ങൾ ജനിക്കുക. ആമേൻ, ആമേൻ. എല്ലാ കടഭാരങ്ങളും മാറുക. ബാധ്യതകൾ മാറുക. പലിശക്കടകൾ മാറിപ്പോവുക. ജപ്തി നോട്ടീസുകൾ മാറിപ്പോവുക. ലഭിക്കേണ്ട നന്മകൾ ലഭിക്കുക. തടഞ്ഞു വയ്ക്കപ്പെട്ടിരിക്കുന്ന നന്മകൾ യേശുവിൻ നാമത്തിൽ കരങ്ങൾ വരിക. ഭവനങ്ങളില്ലാത്തവർ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് ഭവനങ്ങളെ നൽകുവാൻ പോകുക. വസ്തുക്കൾ വാങ്ങുവാൻ പോകുക. വാഹനങ്ങൾ വാങ്ങുവാൻ പോകുക. എല്ലാ ഇല്ലായ്മകളും മാറുവാൻ പോകുക. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. ചെറിയ കച്ചവടങ്ങൾ ചെയ്യുന്നവർ അതിനുമേലുള്ള തടസ്സങ്ങൾ മാറിപ്പോവുക. നഷ്ടത്തിലായിരിക്കുന്ന സ്ഥാപനങ്ങൾ, പൂട്ടിക്കിടക്കുന്ന ചിലത് പിന്നെയും തുറക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അടുത്ത ആഴ്ച ഇതേ സമയം നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ.
പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.